എനിക്ക് എനിക്ക് പഠിക്കാൻ പോകണ്ടമ്മ. അതിഥി കണ്ണുകൾ നിറച്ച് അമ്മയെ നോക്കി പറഞ്ഞു. അസത്തെ, പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? എന്നെപ്പോലെ കണ്ട വീടുകളിൽ ജോലി ചെയ്ത് ജീവിക്കാനോ? ഇപ്പോൾ തന്നെ നിനക്ക് പഠിക്കാൻ അവസരം കിട്ടിയത് ആ മേലേപ്പാട്ടുള്ളവരുടെ കാരുണ്യം കൊണ്ടാണ്. 2 വർഷമായില്ല അതിഥി, നീ ഇതൊക്കെ തന്നെ പറഞ്ഞ് വീട്ടിലിരിക്കുന്നു. ഇങ്ങനെ ചടഞ്ഞിരുന്നിട്ട് നിനക്ക് മടുത്തില്ല അതിഥി? നോക്കു കുട്ടി, എൻ്റെ കാലം കഴിഞ്ഞാൽ നിനക്ക് നീയേ ഉള്ളൂ, അത് മറക്കണ്ട. കയ്യിൽ 10 രൂപ ഉണ്ടാക്കാൻ ഒരു തൊഴിലുണ്ടെങ്കിൽ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാം. ദേവയാനിയുടെ സ്വരം പതിവിലും ഉയർന്നു. അതിഥി തൊട്ടരികിൽ കിടന്ന മേശപ്പുറത്ത് നഖം ചുരണ്ടി വെറുതെ അങ്ങനെ തലയും താഴ്ത്തി നിന്നു. ഒരു ഇടവപ്പാതിക്കുള്ള വെള്ളം ഇപ്പോഴും ആ കണ്ണുകളിൽ നിന്ന് നിറഞ്ഞൊഴുകുന്നുണ്ട്. അതല്ലെങ്കിലും ആര് വഴക്കു പറഞ്ഞാലും ഇങ്ങനെ കണ്ണു നിറച്ച് നിൽക്കാനേ അതിഥി ശീലിച്ചിട്ടുള്ളൂ. തിരിച്ചൊന്നും പറയാൻ അവൾക്കറിയില്ല. ദേ, ഞാൻ മേലേപ്പാട്ടേക്ക് പോവുകയാ. നീ കുളിച്ചൊരുങ്ങി കോളേജിൽ പോവാൻ നോക്ക്. ഞാൻ ഹരിതയോട് പറഞ്ഞിട്ടുണ്ട്, അവൾ പോകുമ്പോൾ നിന്നെയും കൂടെ കൂട്ടാൻ. ദേവയാനി ശ്രദ്ധയോടെ ആ അരിക്കലം അടുപ്പിൽ നിന്ന് എടുത്ത് തിണ്ണയിലേക്ക് വെക്കുന്നതിനിടെ അതിഥിയെ നോക്കി പറഞ്ഞു. പോകുന്നതിന് മുന്നേ ഈ അരിയൊന്ന് വാർത്തേക്കണേ. പിന്നെ ചോറ് പാത്രത്തിലാക്കി കൊണ്ടുപോകാൻ മറക്കണ്ട. ദേ, ഈ അടുക്കളവാതിലൊന്ന് അടച്ചേക്ക്. അവർ അടുക്കളവാതിൽ വഴി പുറത്തേക്ക് കടക്കുന്നതിനിടെ അതിഥിയോടായി പറഞ്ഞു. ആ കൊച്ചു വീടിൻ്റെ അടുക്കളയ്ക്ക് പിന്നിൽ വിശാലമായ പാടമാണ്. അതങ്ങ് ചെന്ന് കയറുന്നത് മേലേപ്പാട്ട് തറവാട്ടിലും. ആ പിന്നെ ചോറ് വാർക്കുമ്പോൾ കൈ പൊള്ളിക്കരുത് കേട്ടോ. അവരങ്ങ് നടന്നകലുന്നതിനിടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഒന്നിനൊരു ശ്രദ്ധയില്ലാത്ത പെണ്ണാണ്. അതിഥി കേൾക്കാതെ അവർ ഉള്ളിൽ പിറുപിറുക്കുകയും ചെയ്തു. അതിഥി ഒന്ന് മൂളിയിട്ട് ആ അടുക്കളവാതിലും ചാരി ദേവയാനി പോകുന്നത് നോക്കി നിന്നു. മേലേപ്പാട്ട് തറവാട്ടിലെ സ്ഥിരം ജോലിക്കാരിൽ ഒരാളാണ് അതിഥിയുടെ അമ്മ. ഇന്നാട്ടിൽ ഏറ്റവും വലിയ പണക്കാർ മേലേപ്പാട്ടുള്ളവരാണെന്നാണ് അതിഥിയുടെ വിശ്വാസം. ഏറ്റവും ദാരിദ്ര്യം പിടിച്ചവർ താനും തൻ്റെ അമ്മയുമാണെന്ന് തോന്നുന്നു, അതിഥി മനസ്സിലോർത്തു. അതിഥിയുടെ അച്ഛനുള്ള കാലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷേ അതിഥിയുടെ അച്ഛൻ ചെയ്ത 1-2 കച്ചവടം അടിക്കടി പൊളിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മുഴം കയറിൽ അഭയം തേടി. അന്ന് 7 വയസ്സാണ് അതിഥിക്ക്. ചടങ്ങിൽ കൂടിയവരുടെ എല്ലാവരുടെയും ചർച്ചാ വിഷയം അതിഥിയുടെ അമ്മയായിരുന്നു. ദേവയാനി വേറെ വിവാഹം കഴിക്കുമോ? ഇനി കഴിച്ചില്ലെങ്കിൽ തന്നെ ഈ 7 വയസ്സുള്ള പെൺകുട്ടിയെ എങ്ങനെ അവൾ ഒറ്റയ്ക്ക് വളർത്തി വലുതാക്കും? അങ്ങനെ നിരവധി ആശങ്കകൾ എല്ലാവരും പറഞ്ഞു. അന്ന് ആ ആശങ്ക പ്രകടിപ്പിച്ചവരെയും സഹതപിച്ചവരെയും ഒന്നും പിന്നീട് അതിഥിയും അതിഥിയുടെ അമ്മയും കണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആരും സ്വന്തം ബന്ധം എന്നൊന്നും പറഞ്ഞ് മറ്റൊരാളുടെ ബാധ്യത ഏറ്റെടുക്കില്ല എന്ന് അതിഥിക്ക് അന്ന് മനസ്സിലായി. നിറം മങ്ങിയ ഉടുപ്പും മറ്റും ഇട്ട് നടക്കുന്നത് കൊണ്ടാകും കുഞ്ഞുനാളിൽ അതിഥിയെ കളിക്കാൻ കൂട്ടാൻ പോലും മറ്റു കുട്ടികൾ തയ്യാറായിരുന്നില്ല. ഒരിക്കൽ കളിക്കുന്നതിനിടെ തനിക്ക് രാജകുമാരി ആവണമെന്ന് പറഞ്ഞ് അതിഥി മറ്റു കുട്ടികളോട്